ഒരിക്കൽ ട്രാവൽ ഏജൻസിയിലേക്ക് അമേരിക്കൻ ഐക്യനാടിന്റെ പ്രഥമ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ തന്റെ പേരക്കുട്ടിയുടെ കൂടെ പോയി. ആ കുട്ടിയുടെ വിമാനത്തിലുള്ള ആദ്യത്തെ യാത്രയായിരുന്നു അത്. ടിക്കറ്റിന്റെ ചാർജ് ചോദിച്ചപ്പോൾ 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റിന്റെ ചാർജ് കുറവാണ്. 12 വയസ്സിന് മുകളിലേക്കുള്ളവരുടെ ടിക്കറ്റിന് ചാർജ് കൂടുതലാണ്. കുട്ടിക്ക് 12 വയസ്സിൽ താഴെയാണെങ്കിൽ കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യുവാൻ സാധിക്കും. കൗണ്ടറിലുള്ള ആൾ പറഞ്ഞു. കുട്ടിക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ച സമയം ജോർജ് വാഷിംഗ്ടണിന് പ്രതിസന്ധിജനകമായ സമയമായിരുന്നു. കാരണം ഒരു കുറച്ച് മാസങ്ങൾ കുറച്ചു പറഞ്ഞാൽ ഒരു വലിയ തുക ലാഭമാകും. ഈ ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ കൂടി ഓടിക്കൊണ്ടിരുന്നപ്പോൾ ആ കുട്ടി കൗണ്ടറിലിരുന്ന ആളിനോട് സർ, എനിക്ക് 12.5 വയസ്സായി എന്ന് പറഞ്ഞു. അതിനാൽ അവർ മുതിർന്നവർക്കുള്ള ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിലേക്ക് പോയി അവിടെ വിമാനത്തിന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ച വാഷിംഗ്ടൺ ഒരു വാർത്ത കണ്ടു. ഒരു പ്രധാന രാഷ്ട്രീയ പ്രവർത്തകൻ ആദായ നികുതി വെട്ടിക്കുവാൻ വേണ്ടി കളവ് പറഞ്ഞ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടു എന്നതായിരുന്നു ആ വാർത്ത. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഓടി വന്ന ചിന്ത, ആ രാഷ്ട്രീയക്കാരൻ ആരോ ഒരാൾ തെറ്റായ മാതൃക കാട്ടിക്കൊടുത്തതിനാലാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നായിരുന്നു. സുഹൃത്തെ, നാമും ചെറിയ കള്ളം പറഞ്ഞാൽ വലിയ ലാഭം ഉണ്ടാകുമെന്ന് വെച്ച് കള്ളം പറയുവാൻ തയ്യാറായിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. വ്യാജമുള്ള ആദരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പ്, സത്യം പ്രവർത്തിക്കുന്നവരോ അവന് പ്രസാദമെന്ന് സത്യവേദപുസ്തകം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എല്ലാ സാഹചര്യത്തിലും കള്ളം പറയുവാൻ സാഹചര്യമുണ്ടെങ്കിലും അവിടെയെല്ലാം സത്യസന്ധതയോടെ ജീവിക്കുവാൻ നമ്മെ ദൈവകരത്തിൽ ഏൽപ്പിക്കാം.